പൊന്നാനി മണ്ഡലത്തിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥികളിൽ സമദാനിക്ക് മാത്രമാണ് പൊന്നാനിയിൽ വോട്ടുണ്ടായിരുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ പ്രമുഖരായവരെല്ലാം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമ്മദ് സമദാനി കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ 31 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഈ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ഡോക്ടർ സമദാനി. പൊന്നാനി LDF സ്ഥാനാർത്ഥി KS ഹംസ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തൊഴുപ്പടം അംഗൻവാടിയിൽ 53 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ND സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ രാവിലെ 7:30 ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ബൂത്ത് നമ്പർ 109 GUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. P. നന്ദകുമാർ MLA ആലങ്കോട് പഞ്ചായത്തിലെ ഷഫീഖുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലും മെട്രോമാൻ E. ശ്രീധരൻ പൊന്നാനി വെള്ളേരി LP സ്കൂളിലും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പെരുമുക്ക് പ്രൈമറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥ പുലരുന്നൊരു രാഷ്ട്രമാണ് ഇന്ത്യ. ഞാൻ ഈ വോട്ട് കിട്ടിയ കാലം തൊട്ട് 18 വയസ്സ് തൊട്ട് ഒരൊറ്റ തിരഞ്ഞെടുപ്പും വിടാതെ വോട്ട് ചെയ്ത ഒരാളാണ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന കാലത്ത് പോസ്റ്റൽ വോട്ട് ചെയ്യും. ഇത് നമ്മുടെ പൗരാവകാശമാണ്. നമ്മൾ വോട്ട് ചെയ്തേ മതിയാവും. ആർക്ക് എന്നത് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ആർക്ക് എന്നതിന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ സമാനതകളില്ലാത്ത ഒരു ഭരണഘടനയുമാണ്. മതേതര ജനാധിപത്യ ഫെഡറൽ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുമ്പോൾ ഈ ഭരണഘടന അനുശാസിക്കുന്ന മതേതര ജനാധിപത്യ ഫെഡറൽ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ നിലനിൽക്കണം എന്ന ഒരു സാമൂഹ്യ ഉദ്ദേശം, അത് രാഷ്ട്രീയം തന്നെയാണ്, എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി തുടരണമെന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക് NCV. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.